കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ 16. ദശലക്ഷം കിണർ പദ്ധതി അല്ലെങ്കിൽ മില്യൻസ് വെൽ സ്കീം MWS ദരിദ്രർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ നാമമാത്ര കർഷകർക്കും ജലസേചനത്തിന് തുറന്ന കിണറുകൾ സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് ദശലക്ഷം കിണർ പദ്ധതി. പദ്ധതി ആരംഭിക്കുന്നത് 1988-89 1995 വരെ ജവഹർ റോസ്കർ യോജനയുടെ ഉപപദ്ധതിയായിരുന്നു ദശലക്ഷം കിണർ പദ്ധതി. എന്നാൽ 1996 ജനുവരി മുതൽ JRYയിൽ നിന്നും വേർപെടുത്തി ഒരു സ്വതന്ത്ര പദ്ധതിയാക്കി മാറ്റുന്നു. അടുത്തതാണ് തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം EAS. തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നു 1993 ഒക്ടോബർ 2. EAS പദ്ധതി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് അഷുറൻസ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു ഈ പദ്ധതി ആരംഭിക്കുന്ന പഞ്ചവത്സര പദ്ധതി 8ാം പഞ്ചവത്സര പദ്ധതിയിലുമായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ ഒരു കുടുംബത്തിൽ നിന്നും പരമാവധി 2 ഉപഭോക്താക്കൾക്ക് നിയമാനുസൃതം മിനിമം വേതനത്തിൽ പരമാവധി 100 ദിവസം തൊഴിൽ ലഭ്യമാക്കാനാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ EASന്റെ പ്രധാന ലക്ഷ്യങ്ങൾ കാർഷിക മേഖലയിൽ തൊഴിൽ കുറയുന്ന സാഹചര്യങ്ങളിൽ ഗ്രാമീണ മേഖലകളിലെ തൊഴിൽ അന്വേഷകർക്കും എന്നാൽ അത് കണ്ടെത്താൻ കഴിയാത്തവർക്കും ആദായകരമായ തൊഴിൽ പ്രദാനം ചെയ്യുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സുസ്ഥിരമായ തൊഴിലിനും വികസനത്തിനുമായി സാമ്പത്തിക അടിസ്ഥാന സൗകര്യവും കമ്മ്യൂണിറ്റി ആസ്തികളും സൃഷ്ടിക്കുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം. EAS പദ്ധതി അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി എല്ലാ ബ്ലോക്കുകളിലും വ്യാപിപ്പിച്ച വർഷം 1997 ഏപ്രിലായിരുന്നു. EAS പദ്ധതിയിലൂടെ തൊഴിൽ നേടുന്നവരുടെ രേഖ സൂക്ഷിക്കേണ്ടത് ഗ്രാമപഞ്ചായത്തുകളാണ്. EAS പദ്ധതിയുടെ കേന്ദ്ര സംസ്ഥാന വിഹിതം 80:20 എന്ന രീതിയിലാണ്. തൊഴിലുറപ്പ് പദ്ധതി ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഗ്രാമങ്ങളിൽ താമസിക്കുന്ന 18 വയസ്സിന് മുകളിലുള്ളവർക്കും 60 വയസ്സിന് താഴെയുള്ളവർക്കും എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പദ്ധതിയുടെ പരിരക്ഷ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ EAS പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രാമപഞ്ചായത്തുകൾ, അതുപോലെ തന്നെ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർമാർ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ജില്ലാ ഓഫീസർമാർ, NGOകൾ തുടങ്ങിയവരാണ് EAS പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസികൾ. അടുത്തതാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന SGRY. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന ആരംഭിക്കുമ്പോഴുള്ള പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന ആരംഭിച്ചത്. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന ആരംഭിച്ചത് 2001 സെപ്റ്റംബർ 25 പദ്ധതിയുടെ കേന്ദ്ര സംസ്ഥാന ഫണ്ട് വിഹിതം 75:25 എന്നുള്ള രീതിയിലാണ്. 1993 ആരംഭിച്ച EAS പദ്ധതിയും 1999 ആരംഭിച്ച ജവഹർ ഗ്രാം സമൃദ്ധി യോജന പദ്ധതിയും ഒന്നിച്ചു ചേർന്ന് രൂപീകരിക്കപ്പെട്ട വർഷം SGRY ആണ്. പ്രധാന ലക്ഷ്യം ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ലാഭകരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഗ്രാമീണ മേഖലകളിൽ സുസ്ഥിരമായ ഒരു സമൂഹവും സാമൂഹികവും സാമ്പത്തികവുമായ ആസ്തികളും അടിസ്ഥാന സൗകര്യവും വികസനവും സൃഷ്ടിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ദ്വിതീയ ലക്ഷ്യം. പദ്ധതിയുടെ സേവനം ലഭ്യമാകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ്. SGRY പദ്ധതിയുടെ മറ്റൊരു പേരാണ് യൂണിവേഴ്സൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്നുള്ളതാണ്. SGRYയുടെ കീഴിലുള്ള ഫണ്ടുകളും ഭക്ഷ്യധാന്യങ്ങളും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ 3 തലങ്ങളിലും ലഭ്യമാകും. 20:30:50 എന്ന അനുപാതത്തിലാണ് യഥാക്രമം ഒരു ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവയ്ക്കിടയിലുള്ള വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത്. SGRY പദ്ധതിയിലൂടെ തൊഴിലാളികൾക്ക് നൽകപ്പെടുന്ന വേതനത്തിലെ ഭക്ഷ്യധാന്യത്തിലെ കുറഞ്ഞ അളവ് 5 കിലോയാണ്. SGRY പദ്ധതിയിലൂടെ തൊഴിലാളികൾക്ക് നൽകപ്പെടുന്ന വേതനത്തിൽ പണമായി നൽകേണ്ട കുറഞ്ഞ വിഹിതം 25%. SGRY പദ്ധതിയിലൂടെ അനുവദിക്കപ്പെടുന്ന വാർഷിക വിഹിതത്തിന്റെ 22% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അതായത് BPL, SC/ST കുടുംബങ്ങളുടെ ഗുണഭോക്തൃ പദ്ധതികൾക്കായി നീക്കിവയ്ക്കും. ഗ്രാമപഞ്ചായത്ത് വിഹിതത്തിൽ കുറഞ്ഞത് 50% SC/ST വാർഡുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് നീക്കിവയ്ക്കും. SGRY പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ 30% ആയിരിക്കും. 2008 ഏപ്രിൽ 1 ഈ പദ്ധതി NREGPയിൽ ലയിപ്പിക്കുകയും ചെയ്തു. അടുത്തതാണ് സ്വർണ്ണ ജയന്തി ഗ്രാം സരോസ്കർ യോജന SGSY ആണ്. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി 1999 ഏപ്രിൽ 1 ആരംഭിച്ച പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഗ്രാം സരോസ്കർ യോജന പദ്ധതി. SGSY എന്ന പദ്ധതിയുടെ രൂപീകരണത്തിനായി ഇന്ത്യ ഗവൺമെൻറ് ഗ്രാമവികസന മന്ത്രാലയം പുനഃക്രമീകരിച്ച പദ്ധതികളാണ് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ട്രെയിനിങ് ഫോർ റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്, സപ്ലൈ ഓഫ് ഇംപ്രൂവ്ഡ് ടൂൾ കിറ്റ്സ് ടു റൂറൽ ആർട്ടിസൻസ്, ഗംഗാ കല്യാൺ യോജന, മില്യൻ വെൽസ് സ്കീം തുടങ്ങിയവയാണ്. പാവപ്പെട്ടവരെ സ്വയം സഹായ ഗ്രൂപ്പുകളായി സംഘടിപ്പിക്കൽ, പരിശീലനം, വായ്പ, സാങ്കേതികവിദ്യ, അടിസ്ഥാന സൗകര്യങ്ങൾ, വിപണനം തുടങ്ങിയ സ്വയം തൊഴിലിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ഈ പദ്ധതി രൂപം നൽകിയിരിക്കുന്നത്. SGSY എന്ന പദ്ധതിയുടെ കേന്ദ്ര സംസ്ഥാന വിഹിതമാണ് 75:25 എന്നിങ്ങനെയാണ്.
അടുത്ത പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി സഹോരി റോസ്ഗാർ യോജനയാണ്. സ്വർണ്ണ ജയന്തി സഹോരി റോസ്ഗാർ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി IK ഗുജറാളാണ്. അദ്ദേഹം 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സ്വർണ്ണ ജയന്തി സഹോരി റോസ്ഗാർ യോജന എന്ന പദ്ധതി അദ്ദേഹത്തിൻ്റെ കാലത്താണ് ആരംഭിക്കുന്നത്. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സ്വർണ്ണ ജയന്തി സഹോരി റോസ്ഗാർ യോജന ആരംഭിച്ചത്. 1997 ഡിസംബർ 1-നാണ്. പദ്ധതിയുടെ കേന്ദ്ര സംസ്ഥാന വിഹിതം ഫണ്ട് വിഹിതം വരുന്നത് 75:25 രീതിയിലാണ്. എന്നാൽ 7 സിസ്റ്റേഴ്സിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾക്കും സിക്കിം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സംസ്ഥാന ഫണ്ട് വിഹിതം 90:10 എന്നിങ്ങനെയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി വർഷത്തിൽ അവതരിപ്പിക്കപ്പെട്ട പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി സഹോരി റോസ്ഗാർ യോജന. സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നഗരങ്ങളിലെ തൊഴിലില്ലാത്തവർക്കും താഴ്ന്ന തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന പാവങ്ങൾക്ക് ലാഭകരമായി തൊഴിൽ നൽകാൻ ഈ പദ്ധതിയിലൂടെ ശ്രമിക്കുന്നു. ഇത് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജനയുടെ നഗര പ്രതിരൂപമാണ്. സ്വർണ്ണ ജയന്തി സ്വരോസ്ഗാർ യോജനയ്ക്ക് 5 പ്രത്യേക പദ്ധതികളാണ് ഉള്ളത്. ദ അർബൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ ദ അർബൻ വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, അതുപോലെ അർബൻ എംപ്ലോയ്മെൻറ്റ് സെൽഫ് ഹെൽപ്പ് പ്രോഗ്രാം, സ്കിൽ ട്രെയിനിങ് ഫോർ എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ എമംഗ്സ്റ്റ് അർബൻ പൂവർ എന്നും അർബൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് നെറ്റ്വർക്ക് തുടങ്ങിയ 5 പദ്ധതികളാണ് ഉള്ളത്. നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ്, അതുപോലെ നെയ്ബർഹുഡ് കമ്മിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റീസ് തുടങ്ങിയ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കമ്മ്യൂണിറ്റി ശാക്തീകരണമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി തിരിച്ചറിയലിനും കോർഡിനേഷനുമുള്ള നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് CDS ആണ്. സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നഗരത്തിലെ പാവപ്പെട്ട സ്ത്രീകളുടെ ഗ്രൂപ്പുകളെ സഹായിക്കാൻ ലക്ഷ്യമിടുന്നത് SGSRYയുടെ ഒരു ഉപപദ്ധതിയാണ് ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഇൻ അർബൻ ഏരിയാസ് എന്നുള്ളതാണ്. അടുത്തതാണ് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം IRDP. 1978 ആരംഭിച്ച ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗ്രാമീണ വികസന പരിപാടിയാണ് IRDP. 1980 ഈ പദ്ധതി ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിക്കുകയും ചെയ്തു. ഈ പദ്ധതിയുടെ ലക്ഷ്യം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ദരിദ്രരെ എല്ലാ തലത്തിലും വികസിപ്പിക്കാൻ സഹായിക്കുന്നതിലൂടെ അവരെ ശാക്തീകരിക്കുന്നതിനും സഹായിക്കുക എന്നതായിരുന്നു. ഈ പദ്ധതിയുടെ ടാർഗറ്റഡ് ഗ്രൂപ്പുകൾക്ക് ഉൽപ്പാദനക്ഷമതയുള്ള അസറ്റുകളും അതുപോലെ ഇൻപുട്ടുകളും നൽകുന്നു. ഈ പ്രോഗ്രാമിലൂടെ നൽകുന്ന അസറ്റുകൾ പ്രാഥമിക, ദ്വിതീയ അല്ലെങ്കിൽ തൃതീയ മേഖലയിലുള്ളവരൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ അസറ്റുകൾ ഈ കുടുംബങ്ങൾക്ക് സർക്കാർ സബ്സിഡിയുടെ രൂപത്തിൽ സാമ്പത്തിക സഹായമായും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലോണുകളുടെയോ ക്രെഡിറ്റുകളുടെയോ രൂപത്തിലാണ് നൽകുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ഗ്രാമീണ കരകൗശല തൊഴിലാളികൾ, സ്മാൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ്, ഭൂരഹിതരായ തൊഴിലാളികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർ, കർഷക തൊഴിലാളികൾ തുടങ്ങിയവരാണ്. IRDP 1999 ഏപ്രിൽ 1-ന് SGSY പദ്ധതിയുമായി ലയിപ്പിച്ചു. അടുത്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന PMRY. രാജ്യത്തെ വിദ്യാസമ്പന്നരായ തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക് സ്വയം തൊഴിലിലൂടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള 1993 ഒക്ടോബർ 2 നിലവിൽ വന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. പ്രധാനമന്ത്രി PV നരസിംഹറാവു ആയിരുന്നു. 8ാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു ഈ ഒരു പദ്ധതി നിലവിൽ വന്നത്. PMRYയുടെ മേൽനോട്ടം വഹിക്കുന്നത് തൊഴിൽ വകുപ്പ് മന്ത്രാലയമായിരിക്കും. അതുപോലെ PMRY പദ്ധതി പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമുമായി ലയിപ്പിച്ചത് 2008 ഏപ്രിൽ 1-നാണ്. യോഗ്യതാ മാനദണ്ഡങ്ങൾ നോക്കാം. 8ാം ക്ലാസ് പാസ്സായിരിക്കണം. ഗുണഭോക്താവിൻ്റെയും പങ്കാളിയുടെയും വരുമാനം അല്ലെങ്കിൽ ഗുണഭോക്താവിൻ്റെയും പങ്കാളിയുടെയും വരുമാനം അല്ലെങ്കിൽ ഗുണഭോക്താക്കളുടെ മാതാപിതാക്കളുടെ വാർഷിക വരുമാനം 40,000-ൽ കൂടുവാൻ പാടില്ല. അതുപോലെ തന്നെ കുറഞ്ഞത് 3 വർഷമെങ്കിലും പ്രദേശത്ത് സ്ഥിര താമസക്കാരായിരിക്കണമെന്നും പറയുന്നു. തുടങ്ങിയവയാണ് ഇതിൻ്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ. PMRYയുടെ തുടക്കത്തിൽ നഗരപ്രദേശങ്ങളിലാണ് ആരംഭിച്ചത്. എന്നാൽ 1994 ഏപ്രിൽ 1 മുതൽ ഈ പദ്ധതി രാജ്യത്തുടനീളം നടപ്പിലാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആനുകൂല്യം ലഭിക്കുന്ന ഏജ് ഗ്രൂപ്പ് 18-നും 40 വയസ്സിനും ഇടയിലുള്ള എല്ലാ അഭ്യസ്തവിദ്യരായ തൊഴിൽരഹിതർക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. SC/ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ശാരീരിക വൈകല്യമുള്ളവർക്കും സ്ത്രീകൾക്കും 10 വർഷത്തെ ഇളവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓരോ സംരംഭകർക്കും 7,500 രൂപ എന്ന പരിധി വിധേയമായ പദ്ധതി ചെലവിൻ്റെ 15% നിരക്കിൽ PMRY സബ്സിഡി നൽകുന്നതായിരിക്കും. അടുത്ത ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം PMEGP. പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം ആരംഭിക്കുന്ന പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം ആരംഭിക്കുന്നത്. ആരംഭിച്ച വർഷം 2008-ലാണെന്നും പരമ്പരാഗത കരകൗശല തൊഴിലാളികളെയും തൊഴിലില്ലാത്ത യുവാക്കളെയും സഹായിച്ചുകൊണ്ട് കാർഷികേതര മേഖലയിൽ സൂക്ഷ്മ സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ സ്വയം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ
ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പ്രോഗ്രാമാണിത്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജനയും റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമും സംയോജിപ്പിച്ചുകൊണ്ട് 2008 ഓഗസ്റ്റ് 15 നിലവിൽ വന്ന പദ്ധതിയാണിത്. രാജ്യത്തെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സുസ്ഥിരവും തുടർച്ചയായതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ വന്ന പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് സ്കീമായി PMEGP പദ്ധതിയുടെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് മൈക്രോ ചെറുകിട ഇടത്തര വ്യവസായ മന്ത്രാലയമാണെന്നും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആണ് PMEGP പദ്ധതി ദേശീയതലത്തിൽ നടപ്പിലാക്കുന്നത്. MSME മന്ത്രാലയത്തിൻ്റെ ഭരണ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണിത്. PMEGP അല്ലെങ്കിൽ പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കൾ 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളായിരിക്കണം. സ്വയം സഹായ സംഘങ്ങൾ, അതുപോലെ തന്നെ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സഹകരണ സംഘങ്ങൾ, 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയവയാണ് PMEGP അല്ലെങ്കിൽ പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമിൻ്റെ ഗുണഭോക്താക്കൾ. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണെന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ആരംഭിക്കുന്നത്. ആരംഭിച്ച വർഷം 2015 ആണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പിൻ്റെ പ്രധാന പരിപാടിയാണിത്. പരിശീലന പങ്കാളികളുടെ സഹായത്തോടെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പരിശീലനം സർട്ടിഫിക്കേഷനും ക്രമീകരിക്കുക എന്ന ലക്ഷ്യങ്ങളോടെ നൈപുണ്യ പരിശീലനം ഏറ്റെടുക്കാൻ യുവാക്കളെ സജ്ജരാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. PMKVY 1.0യുടെ വിജയത്തെ തുടർന്ന് 2020 10 ദശലക്ഷം യുവാക്കളെ പരിശീലിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള 12,000 കോടി രൂപ ബജറ്റിൽ PMKVY 2.0 പുനരാരംഭിച്ചു. അതുപോലെ തന്നെ 2020-21 കാലയളവിൽ 8 ലക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകാൻ വേണ്ടി PMKVY 3.0 നടപ്പിലാക്കുകയും ചെയ്തു. പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഷോർട്ട് ടൈം ട്രെയിനിങ് ആണ്. നാഷണൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് പ്രകാരമുള്ള പരിശീലനം സ്കൂളിലോ കോളേജിലോ വെച്ച് പഠനം നിർത്തിയവർക്കോ ജോലിയില്ലാത്തവർക്കോ നൽകുന്നു. അതുപോലെ തന്നെ റെക്കഗ്നേഷൻ ഓഫ് പ്രയർ ലേണിംഗ്, ഒരു നിശ്ചിത നൈപുണ്യമോ മുൻകൂർ പഠന പരിചയമോ ഉള്ള ഒരു വ്യക്തിയെ NSQF അനുസരിച്ചുള്ള ഗ്രേഡോടെ RPLന് കീഴിൽ വിലയിരുത്തുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ് റെക്കഗ്നൈസേഷൻ ഓഫ് പ്രയർ ലേണിംഗ്. മൂന്നാമത്തെ ഘടകമാണ് സ്പെഷ്യൽ പ്രോജക്ട്സ്. ഈ ഘടകം സർക്കാർ സ്ഥാപനങ്ങളുടെയോ കോർപ്പറേറ്റുകളുടെയോ പ്രത്യേക മേഖലകളിൽ പരിശീലനം ഉറപ്പാക്കുന്നു. മറ്റൊരു പദ്ധതിയാണ് നാഷണൽ അർബൻ ലിവ്ലിഹുഡ്സ് മിഷൻ ആണ്, NULM. നാഷണൽ അർബൻ ലിവ്ലിഹുഡ് മിഷൻ ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹം 12ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നാഷണൽ അർബൻ ലിവ്ലിഹുഡ് മിഷൻ ആരംഭിച്ചത്. ആരംഭിച്ച വർഷം 2013 സെപ്റ്റംബർ 24 മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ പോവർട്ടി അലവേഷൻ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 1997 നിലവന്ന സ്വർണ്ണ ജയന്തി സഹാരി റോസ്ഗാർ യോജന എന്ന പദ്ധതിയെ പുനഃക്രമീകരിച്ചുകൊണ്ട് നിലവന്ന പദ്ധതിയാണ് ഇത് NULM എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ദാരിദ്ര്യ ലഘൂകരണത്തിനും സ്ഥായിയായ ഉപജീവന മാർഗത്തിനും സ്വയം തൊഴിൽ അല്ലെങ്കിൽ ആവശ്യമായ വൈദഗ്ധ്യ നൈപുണ്യ പരിശീലനം നൽകി വേതനാധിഷ്ഠിത തൊഴിൽ ലഭ്യമാകുന്നതിനുള്ള സഹായം ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുന്നു. നഗരങ്ങളിലെ ഭവനരഹിതർക്ക് ആവശ്യ സേവനങ്ങൾക്കുള്ള ഷെൽട്ടറുകൾ നൽകാനും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. അതുപോലെ തന്നെ NULMൻ്റെ പുതിയ പേരാണ് ദീൻ ദയാൽ അന്ത്യോദയ യോജന, NULM എന്നും അറിയപ്പെടുന്നു. അടുത്ത പദ്ധതിയാണ് നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ ആണ്. നോക്കാം. നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരാണ്? അതും മൻമോഹൻ സിംഗ് ആണ് വരുന്നത്. അതും 12ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ ആരംഭിക്കുന്നത്. ആരംഭിച്ച വർഷം 2011 ജൂൺ 3 സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന പരിഷ്കരിച്ച രൂപമാണിത്. NRLMൻ്റെ ലക്ഷ്യം ഗ്രാമീണ മേഖലയിൽ ലാഭകരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സ്വയം തൊഴിൽ സംരംഭങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കിക്കൊണ്ട് ദാരിദ്ര്യം കുറയ്ക്കുക. അതുപോലെ തന്നെ 2016 മാർച്ച് 29 NRLM ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലിവ്ലിഹുഡ്സ് മിഷന്റെ പുനർനാമകരണം ചെയ്യുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സൽ സ്കൂൾ മൊബിലൈസേഷൻ, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ, ലിവ്ലിഹുഡ് എൻഹാൻസ്മെന്റ് എന്നിവയാണ് NRLMന്റെ 3 പ്രധാന പില്ലേഴ്സ് എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. അംബേദ്കർ സോഷ്യൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ മിഷൻ ASIIM ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ്? ആൻസർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ്. അംബേദ്കർ സോഷ്യൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ മിഷൻ ആരംഭിച്ച ഏത് മന്ത്രാലയമാണെന്ന് ചോദിച്ചാൽ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ്.
ഓക്കെ, അപ്പോൾ എന്താണ് അംബേദ്കർ സോഷ്യൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ മിഷൻ ASIM നോക്കാം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്കിടയിൽ നവീകരണവും അതുപോലെ സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണിത്. അതുപോലെ തന്നെ പട്ടികജാതി ദിവ്യാംഗ് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർ യുവാക്കൾക്കിടയിൽ സംരംഭകത്വം വികസിപ്പിക്കുന്നതിനും അവരെ തൊഴിൽ അന്വേഷകരിൽ നിന്നും തൊഴിൽദാതാക്കൾ ആക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് അംബേദ്കർ സോഷ്യൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ മിഷൻ ആണ്. അപ്പോൾ ഈ ഒരു പദ്ധതി അംബേദ്കർ സോഷ്യൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ മിഷൻ ആരംഭിച്ച മന്ത്രാലയമാണ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻ്റ് ആണ്. അടുത്തയാണ് അജീവിക സ്കിൽസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ദാരിദ്ര്യ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഗ്രാമീണ യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ ശ്രേണിയിൽ വൈദഗ്ധ്യമുള്ള തൊഴിൽ മേഖലകളിൽ തൊഴിൽ സേനയിൽ പ്രവേശിക്കാനും അവസരം നൽകുന്നതാണ് അജീവിക സ്കിൽസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം.